നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 1980 മുതൽ ഗവൺമെന്റ് LPS സ്കൂളുകളിൽ സർക്കാർ നിർദ്ദേശമനുസരിച്ച് പ്രീ പ്രൈമറി ഗവൺമെന്റ് തല ഒരു വർഷത്തെ കോഴ്സ് പാസ്സായവരെ PTAയുടെ ചിലവിൽ നിയമിക്കുന്നുണ്ട്. ടീച്ചർമാർക്ക് പ്രതിമാസം 50 രൂപയും ആയമാർക്ക് പ്രതിമാസം 30 രൂപയുമാണ് തുടക്ക സമയത്ത് ശമ്പളമായി നൽകിയിരുന്നത്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം 2012 സർക്കാർ LPS സ്കൂളുകളിൽ ഓണറിയുമായി. തുടർന്ന് ടീച്ചർമാർക്ക് 5000 രൂപയും ആയമാർക്ക് 3500 രൂപയും നൽകി തുടങ്ങി. പിന്നീട് ജീവിത നിലവാരം മെച്ചപ്പെട്ടപ്പോൾ സമരങ്ങളിൽ കൂടി ഈ തുക വർദ്ധിപ്പിച്ച് ടീച്ചർമാർക്ക് 12500 രൂപയും ആയമാർക്ക് 7500 രൂപയുമാക്കി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ സ്കൂളുകളിൽ അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും ആയമാർക്കും ശമ്പളം കൊടുക്കുന്നതിനായി കോടതികളെ സമീപിക്കേണ്ടി വന്നു. പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ് പാസ്സായവരാണ് ഈ പിഞ്ചു കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കുന്നത്. പിന്നെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ കുട്ടികളെ പഠിപ്പിച്ചാൽ മതിയാകും. തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കണമെന്ന് സുപ്രീം കോടതിയുടെ പോലും ഉത്തരവുമുണ്ട്. മാനേജ്മെന്റ് സ്കൂളുകളിൽ പണം വാങ്ങി നിയമിക്കുന്ന ടീച്ചർമാർക്ക് പോലും ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണെന്നിരിക്കെ ഈ പാവപ്പെട്ട പ്രീ പ്രൈമറി ടീച്ചർമാർക്ക് കൃത്യമായ ശമ്പളം നൽകേണ്ടതിന്റെ ആവശ്യകത അധികാരികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരള ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള ശമ്പളമായി ടീച്ചർമാർക്ക് 27,500 രൂപയും ആയമാർക്ക് 22,500 രൂപയും നൽകാനുള്ള മനസ്സ് അധികാരികൾക്കുണ്ടാകണം. നേരത്തെ പ്രീ പ്രൈമറി ടീച്ചർമാരുടെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ V. ശിവൻകുട്ടിയായിരുന്നു. കഴിഞ്ഞ 40 വർഷമായി പ്രീ പ്രൈമറി ടീച്ചറായി ജോലി ചെയ്യുന്നവരുൾപ്പെടെയാണ് ഇപ്പോൾ ശമ്പളത്തിനായി സമരത്തിനിറങ്ങിയിരിക്കുന്നത്. അതിനാൽ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കോടതി ഉത്തരവ് സർക്കാർ നടപ്പാക്കി തരണമെന്നാണ് അധികാരികളോട് ഇവർ അഭ്യർത്ഥിക്കുന്നത്.